എത്ര? 100 രൂപ. ശരി. സാധാരണ നിങ്ങൾ രണ്ടുപേരും കൂടെ കടയിൽ പോയാലാ ഇത്രയും വൈകുന്നത്. ഇതിപ്പോ നിർമ്മല തനിച്ചു പോയിട്ടും അത്രയും ലേറ്റായി. എന്ത് പറയാനാ പാറു, ചെറിയ ഓട്ടോ ആയതുകൊണ്ട് ഒരു ഓട്ടോക്കാരനെ വിളിച്ചാ വരുന്നില്ലെന്നേ. ആന്റി പറഞ്ഞത് സത്യ. ഞാനും പലപ്പോഴും പോസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അവസാനം വന്ന ഒരുത്തരാണെങ്കിലോ ദേവടെ മുറ്റത്ത് കിടപ്പുണ്ട്. ഓട്ടോ കൂലി കൊടുത്തിട്ട് ബാക്കി തരാൻ ചില്ലറയില്ലെന്ന്. നിന്റെ ഒരു 30 രൂപ ചില്ലറ കാണൂ നിധി? 30 രൂപയല്ലേ എന്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്തുതരാം. വേണ്ടമ്മേ, എന്റെ കയ്യിലെ കൊറേ ചില്ലറ ഇരിപ്പുണ്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാനിരിക്കാ ഞാൻ. എങ്കി വാ നിധി, ആ പൈസ എടുത്തു കൊടുത്ത് ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടേക്കാം. വാ. എന്താ ആന്റി, എന്താ പറ്റി? ഞാനൊരു കാര്യം കാണിച്ചുതരാം. നീ ഇതൊന്ന് തുറന്നു നോക്കി. എന്തിന്? ഈ ബാഗ് എവിടുന്നാ? നീ ഇതൊന്ന് തുറന്നു നോക്ക്, എന്നിട്ട് അതിനകത്തുള്ളത് എടുക്ക്. ഇതിലെ 10 ലക്ഷം രൂപയുണ്ട് മോളെ. ഈശ്വര, 10 ലക്ഷോ? ഇതെവിടുന്ന ആന്റി? ഇതെവിടുന്ന് കിട്ടിയതാ ആന്റിക്ക്? ഇത് അയാള് തന്നതാ, ആ സിക്കിസി. സിക്കിസിയോ? എന്തിന്? ഇന്ന് ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് സിക്കിസിയെ കണ്ടിരുന്നു. നിർമ്മലയെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചുള്ളൂ. അപ്പോഴേക്കും ദൈവം എൻ്റെ കൺമുന്നിൽ കാണിച്ചു തന്നു. നിർമ്മലയ്ക്ക് സുഖമാണോ നിർമ്മല? നിങ്ങൾക്ക് വയ്യാത്തല്ലേ, പിന്നെന്തിനാ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കുന്നത്? ഇനി ഞാൻ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും 6 മാസം ദൈവം എനിക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ ഉള്ള സമയം ഏതെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോകണമെന്ന് കരുതി ഇറങ്ങിയതാ. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട് നിർമ്മലേ. എനിക്ക് നമ്മുടെ മോനെ ഒന്ന് കാണണം. വേറെ ഒന്നും വേണ്ട, ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക്. അതൊന്നും അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. പെട്ടെന്ന് ഇയാളാണ് നിന്റെ അച്ഛനെന്ന് അങ്ങനെ പെട്ടെന്നൊന്നും പറയാനും കഴിയില്ല. സമാധാനപ്പെട്, ധൃതി കാണിക്കല്ലേ സിക്കേസി. ഓരോ ദിവസവും കഴിയുമ്പോൾ എനിക്ക് പ്രായം കൂടുകയല്ല, ബാക്കിയുള്ള ദിവസങ്ങളുടെ എണ്ണമാണ് കുറഞ്ഞു വരുന്നത്. പരമാവധി 6 മാസം പറഞ്ഞ ഡോക്ടർ അത് വീണ്ടും കുറച്ചു. ഏറിയ ഇനി ഒരു 3 മാസം. അത്രയും മാത്രമേ എനിക്കിനി ആയുസ് ബാക്കിയുള്ളൂ. ഒരുപാട് തെറ്റുകൾ ചെയ്തവനെ ഞാൻ. ഒന്നും ഇനി തിരുത്താനും ആവില്ല.